എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പീച്ചിങ്ങ പൊള്ളിച്ചതാണ്. അതായത് പീച്ചിങ്ങ തേങ്ങാപ്പാലിൽ എങ്ങനെയാണ് പൊള്ളിക്കുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി വേണ്ട ഇതാണ് പീച്ചിങ്ങ. എല്ലാവർക്കും സുപരിചിതമാണോ എന്നറിയില്ല. ഇത് മാർക്കറ്റിലൊക്കെ ലഭ്യമാകുന്ന ഒന്നാണ് പീച്ചിങ്ങ. ഇത് പലർക്കും എങ്ങനെ കറി വെക്കണമെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ഇതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഇടത്തരം പീച്ചിങ്ങ, അതായത് ഒത്തിരി മൂത്ത പീച്ചിങ്ങ ഇതിന് പറ്റില്ല. ഏകദേശം ഒരു ഇളത്ത പീച്ചിങ്ങയാണ് ഇതിന് നല്ലത്. അതിനോടൊപ്പം തന്നെ ഒരു 10-15 കുഞ്ഞുള്ളിയാണ് നല്ലത്. അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സവോളയാണ്. ഒരു ഇടത്തരം സവോളയാണെങ്കിലും മതി. 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും നമുക്ക് ആവശ്യമായ ഉപ്പും, പിന്നെ കുറച്ച് തേങ്ങാപ്പാലുമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. എടുത്തതിന് ശേഷം ഇതെങ്ങനെയാണ് മുറിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് മുറിക്കാനൊക്കെ വളരെ സിമ്പിളാണ്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ഇതിലൊന്നും നമ്മൾ വേറെ കളയാനൊന്നുമില്ല. മുറിച്ച് കഴിഞ്ഞാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു ഇത്രയും നീളത്തിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മീൻ വരയുന്നത് പോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. 2 പീസായിട്ട് ഇത് മുറിഞ്ഞു പോകാൻ പാടില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഏകദേശം ഇങ്ങനെ ഇരിക്കും. അത് നമ്മുടെ ഈ തേങ്ങാപ്പാലൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എല്ലാം അങ്ങനെ മുറിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനാവശ്യമുള്ള പീച്ചിങ്ങ ഏകദേശം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇടത്തരം സവോള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയുള്ളിയാണ് നല്ലത്. അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയാണ്. ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് തേങ്ങാപ്പാലുമാണ് ഇതിനാവശ്യം. അപ്പം നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 1.5 സ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. അവരവരുടെ എരിവിനനുസരിച്ച് നമ്മൾ, അതായത് ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് എരിവ് കുറയും. അപ്പോൾ അത് അനുസരിച്ചിട്ടുള്ള അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മുളക് പൊടി. അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ആദ്യമായി നമ്മൾ ഇതുപോലൊരു കറിച്ചട്ടി, ഇങ്ങനെയുള്ള മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇതുപോലൊരു കറിച്ചട്ടിയിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും നമ്മുടെ പച്ചമുളകും ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വേഗണമെന്നൊന്നുമില്ല. ഇത് പിന്നീട് നമ്മൾ പീച്ചിങ്ങ വേവിക്കുന്നതിനോടൊപ്പം നന്നായിട്ട് വേകും. ഇത് മറ്റുള്ള കറികൾക്ക് ഉപയോഗിക്കുന്ന പോലെ ഒത്തിരി വഴറ്റിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇതിലേക്ക് നമ്മളൊരു ഇത്രയും വേപ്പില ഇട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. വേപ്പില ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ കളർ ആവണമെന്നൊന്നുമില്ല. ഏകദേശം ഇതൊന്ന് നമ്മൾ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളക് ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ മുളക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി ഒന്നും ചേർക്കില്ല. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ മുളക് പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ. ഇനി നമുക്ക് ഈ മുളക് പൊടി നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഈ പീച്ചിങ്ങ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അതിനുശേഷം നമ്മൾ ഈ പീച്ചിങ്ങ എടുത്ത് ഏകദേശം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ മറിച്ച് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഫുൾ പീച്ചിങ്ങ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മളിതൊരു മൂടി വെച്ച് നന്നായി ഒന്ന് തീ കൂട്ടി കൊടുക്കുക. അതിനുശേഷം തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച ശേഷം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതുപോലൊരു മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നാടൻ കറിക്കൊക്കെ നല്ലത് പൊതുവെ മൺചട്ടിയാണ്. ഇതുപോലെ മൂടി വെക്കുക. ഒരു 7 മിനിറ്റോളം മൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം.
ഏകദേശം ഒരു 8-9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വെന്തോ എന്നുള്ളത് നോക്കാം. ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവമാണ്. ഒത്തിരി വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് ഇച്ചിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു അരമുറി തേങ്ങയുടെ പാലാണിത്. ഇതൊഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒത്തിരി തിളച്ച് പോകാനായിട്ട് പാടില്ല. തീ കുറച്ച ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ പുറത്ത് 2-3 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. 2-3 കറിവേപ്പില നമ്മൾ ഇതുപോലെ കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പീച്ചിങ്ങ പൊള്ളിച്ചത് റെഡി ആയിരിക്കുവാണ്. നമുക്ക് പീച്ചിങ്ങ വെച്ച് തോരനും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള. നിങ്ങളപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് us. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.